ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ സുമിത്ര എന്തായാലും ഹേമയെ കണ്ടതിന് ശേഷം തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ബലരാമൻ എന്തായാലും മാനസയുടെ കഴുത്തിൽ താലി കെട്ടും. അവളുടെ ഭാവി എന്താണെന്ന് ഓർത്തിട്ടൊക്കെ വിഷമത്തിലാട്ടോ ഹേമ. അപ്പോൾ തന്നെ ഒന്നും പേടിക്കാനില്ല, ബലരാമൻ അവന് വിവാഹം കഴിക്കും, ഞാൻ ഉറപ്പ് തരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം തന്നെ പിന്നീട് കാണിക്കുന്ന ബലരാമനെയാണ്. ഒട്ടും വയ്യ, എഴുന്നേക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും ആൻറ്റിമ്മയും സുജുവിനെയും സാഗറിനെ എല്ലാവരെയും കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ കൃഷ്ണനോട് സാഗർ പറയുന്നുണ്ട്, കൺമണിയെ നിന്റെ ഭാഗ്യമല്ല, അത് നിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുന്ന ആൻറ്റിമ്മയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇതുപോലത്തെ സംസാരം ഇനി ഒരിക്കലും സംസാരിക്കരുത്, എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃപയാണെങ്കിൽ അതിനെതിർത്ത് സംസാരിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുമിത്ര ജയിലിൽ പോയിട്ട് മാനസയെ കാണുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, നിൻ്റെ അമ്മ അലിഞ്ഞിട്ടുണ്ട്, പിന്നെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിലെടുക്കാനുള്ള വഴികളൊക്കെ അവർ തിരഞ്ഞോളൂ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ നമ്മുടെ ഹേമയും അതുപോലെ ജയമോഹനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അവരിത് തന്നെ സംസാരിക്കുന്നത്, മോള് ജാമ്യത്തിൽ ഇറക്കണം എന്നൊക്കെ. എന്തായാലും പറഞ്ഞ് ജയമോഹൻ്റെ മനസ്സ് മാറി തുടങ്ങി. പിന്നെ ധനലക്ഷ്മിയുടെ കാര്യം തന്നെയാണ്. ധനലക്ഷ്മി എന്തായാലും വന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് കലക്കാനുള്ള പരിപാടിയാണ്. ആ സമയത്ത് തന്നെ അച്ഛൻ കൺമണി സംസാരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെ ശത്രുക്കളെല്ലാം ഉണർന്നു കഴിഞ്ഞു, പക്ഷേ ഇത് നല്ല രീതിക്കല്ല മുന്നോട്ട് പോകുന്നത്, നമ്മളൊന്ന് കരുതിയിരിക്കണം എന്ന രീതിയിൽ തന്നെ കൺമണി ആദ്യം തന്നെ സംസാരിക്കുന്നു കേട്ടോ. എന്തായാലും ഇവരുടെയൊക്കെ പ്ലാനിങ് എന്തായാലും കൺമണിയുടെ മുന്നിൽ വിലപ്പോവില്ല, അതെല്ലാം തകിടം മറിയുക തന്നെ ചെയ്യും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ കഴിയുന്നത് കേട്ടോ.